കൈ കൊണ്ടാണ് കൊടുക്കേണ്ടത് അല്ലേ? ഏത് കൈ കൊണ്ടാണ്? വലതാണോ ഇടതാണോ? നമ്മുടെ ഡോമിനന്റ് ഹാൻഡ് ഏതാണോ അത് കൊടുക്കുക. അപ്പൊ ഞാൻ വലം കൈയാണെങ്കിൽ നീ വലം കൈ കൊണ്ട് കൊടുക്കുക, ഇടം കൈയാണെങ്കിൽ ഇടം കൈ കൊണ്ട് കൊടുക്കുക. ഏതായാലും കുഴപ്പം. ശരി, ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം വെച്ചാൽ ഇത് എവിടെ വെക്കും എന്നുള്ളതാണ്. കഴുത്തിന്റെ ഇവിടെയുള്ള കുഴി മുതൽ നെഞ്ചു കുഴി വരെയുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് അത്രയും വലിയ കൈയില്ലല്ലോ, നമുക്ക് ചെറിയ കൈയില്ല. അപ്പൊ നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റുന്നതാണ്. ഹൃദയം എവിടെയാണുള്ളത് അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഷർ കൊടുക്കുന്നത്. അപ്പോൾ ചോദ്യം വരും, ഇടതുവശത്തല്ലേ ഹൃദയം? എല്ലാവർക്കും ഇടതുവശത്താവണമെന്നില്ല കേട്ടോ, അത് വേറൊരു കാര്യം. വലതുവശത്ത് ഹൃദയമുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഹൃദയത്തിനെ അല്ല കംപ്രസ് ചെയ്യുന്നത്. നമ്മൾ എന്തിനാണ് കംപ്രസ് ചെയ്യുന്നത്? നമ്മൾ വാരിയലിനെ അല്ല നെഞ്ചുകൂടിനെയാണ് കംപ്രസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നടുവിൽ തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സൈഡിലോ വലതുവശത്തോ ഒന്നുമല്ല, നടുവിലാണ് കംപ്രസ്. ഓക്കെ, നടുവിൽ തന്നെ ഈ ഒരു മുകൾ മുതൽ താഴെയുള്ള 15-20 സെന്റിമീറ്റർ ഉള്ള ഭാഗത്ത് നമ്മൾ എങ്ങനെ കംപ്രഷൻ കൊടുക്കും? നെഞ്ചുകുഴിയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു 2 സെന്റിമീറ്റർ മുകൾ, അതായത് 2 വിരലുകൾ എടുക്കും. 2 വിരലെടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇത് ഈ വരയുടെ മുകളിൽ വേണം നമ്മൾ നോക്കിക്കൊടുക്കാൻ. അതിന്റെ മുകളിലല്ല, ഞാൻ മെഷർ ചെയ്ത ഭാഗത്തല്ല, അതിന് മുകളിലെ ഭാഗത്ത് വേണം നമ്മൾ കംപ്രഷൻ കൊടുക്കുക. ഏതുകൊണ്ടാണ് കംപ്രഷൻ കൊടുക്കുക? നമ്മുടെ ഈ ഭാഗം, ഹീൽ ഓഫ് ദ പാം എന്നതിന് പറയുക. ഹീൽ ഓഫ് ദ പാം അല്ലെങ്കിൽ നമ്മുടെ മുട്ടിന് കാലിന്റെ ഹീൽ എന്ന് പറയില്ല, അതായത് ഉപ്പൂറ്റി എന്ന് പറയില്ല, അത് കാലിന്. അതുപോലെ തന്നെ കൈയുടെ ഹീൽ ഓഫ് ദ പാം എന്നാണ് ഇതിന് പറയും, ഈ ഭാഗം. സോ ഇതുകൊണ്ട് എങ്ങനെ നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത് ഞാൻ പറയാം. ഓക്കെ, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നേരത്തെ നോക്കട്ടെ. യെസ്. സോ ഒരു സെക്കൻഡ് എഡിറ്റ് എല്ലാവർക്കും കാണാം. ചെക്ക് ഫോർ റെസ്പോൺസ്. ചെക്ക് ഫോർ റെസ്പോൺസ് എങ്ങനെ ചെയ്യുന്നതാണ് നമ്മുടെ രോഗിയുടെ ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുക. Then what for? We are calling for response, അല്ലേ? തോളത്ത് തട്ടി പിടിക്കുക. ഓക്കെ, 2-3 പ്രാവശ്യം നമ്മൾ തട്ടി പിടിച്ചു. Then മൂന്നാമത്തെ കാര്യം, call for help. അയ്യോ ആരെങ്കിലും ഓടി വരണേ അല്ലേ? നമ്മൾ സ്വാഭാവികം നമ്മൾ വിളിക്കുന്നതല്ലേ? Patient is not responding, we are calling for help. നാലാമത്തെ പോയിന്റ്, പൾസ് ആൻഡ് ബ്രീത്തിങ്. പൾസ് നമ്മൾ നോക്കുന്നുണ്ട്, ഹൃദയം പിടിപ്പ് നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ശ്വാസഗതിയും നോക്കുന്നുണ്ട്. എങ്ങനെ നോക്കുക? 3 ഫിംഗേഴ്സ് പേഷ്യന്റിന്റെ കഴുത്തിൽ വെച്ച് നോക്കി, അതുപോലെ ശ്വാസം നെഞ്ച് വികസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കും. സോ പൾസ് ഇല്ല, ബ്രീത്തിങ് ഇല്ല. എന്ത് ചെയ്യും? ഹെൽപ്പിനുള്ള ആൾ കൂടി വന്നു, അവരോട് എന്താ പറയാ? നമ്മള് ആംബുലൻസ് വിളിക്കാൻ വേണ്ടി. വെരി ഗുഡ്. Then we are going to start CPR. CPR സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ വലം കൈയായതുകൊണ്ട് വലത്തെ കൈ എടുത്തു. ഓക്കെ, പേഷ്യന്റിന്റെ ഈ വശത്താണ് ഞാൻ കൈ വെക്കാൻ പോകുന്നത്. ഓക്കെ, കൈ വെച്ചു. മറ്റേ കൈ കൊണ്ട് ഇത് ഞാൻ ലോക്ക് ചെയ്തു, അനങ്ങി പോവാതിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്തു. ഓക്കെ, ഇനി 2 തരത്തിൽ CPR കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്ന് കൊടുക്കും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എഫക്റ്റീവ് CPR കൊടുക്കാൻ പറ്റുമോ? CPR കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പേഷ്യന്റിന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് മുകളിൽ നിന്ന് നേരെ താഴേക്ക് പ്രഷർ കൊടുക്കണം. തിരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള CPR ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പേഷ്യന്റ് മുകളിലേക്ക് ചേർന്ന് നിൽക്കണം. ഏറ്റവും മുകളിലേക്ക് ഇങ്ങനെ മുന്നോട്ടേക്ക് ആഞ്ഞു നിന്ന്, അതായത് നമ്മുടെ തോട് പേഷ്യന്റിന്റെ മുഖത്തിന് മുകളിലായിട്ട് വന്ന് നിൽക്കണം. ഓക്കെ, സോ ഇങ്ങനെ നിന്നതിന് ശേഷം വേണം നമ്മൾ കംപ്രഷൻ കൊടുക്കണം. എന്താ നമ്മൾ കംപ്രഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് പ്രഷർ അപ്ലൈ ചെയ്യണം. ഹൃദയത്തിനെ പമ്പ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ 30 വരെ കൗണ്ട് ചെയ്യാം. 30 വരെ നമ്മൾ സാധാരണ കൊടുക്കുക. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. ഇതാണ് ഒരു ബേസിക് സ്പീഡ്. ഞങ്ങൾ ഇത് ചെയ്തു വന്നുകൊണ്ട് നമുക്ക് അതിന്റെ സ്പീഡും കാര്യങ്ങളും അറിയാൻ പറ്റും. ഇതാണ് സ്പീഡ്, അതായത് 100 മുതൽ 120 കംപ്രഷൻ 1 മിനിറ്റിൽ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ കംപ്രഷൻ കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നതിന്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് 30 കംപ്രഷൻ ഞാൻ പറഞ്ഞില്ലേ. ഈ 30 കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഹൃദയം മാത്രം പ്രൊട്ടക്ട് ചെയ്യപ്പെടും, ശ്വാസം കൂടി കൊടുക്കണം. അപ്പൊ അതെന്താ കൊടുക്കേണ്ടത്? 2 പ്രാവശ്യം ശ്വാസം കൊടുക്കണം. 30 കംപ്രഷൻ, 2 ശ്വാസഗതി. ശ്വാസഗതി എങ്ങനെ നമ്മൾ കൊടുക്കുക? എങ്ങനെ ശ്വാസഗതി കൊടുക്കുക? അല്ലെ, വായു കൊണ്ടല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, വേറെ വഴിയില്ലല്ലോ. നമ്മൾ പുറത്തല്ലേ ഉള്ളത്, ഹോസ്പിറ്റലിൽ ഓക്സിജൻ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയൊന്നല്ലല്ലോ ഉള്ളത്. നമുക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാന്ന് ഇരുന്നിരുന്നത് കൈ